Hello guys, welcome to Cubics. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ മിത്സുബിഷിയുടെ മൊണ്ടേറോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. അതായത് ഇതൊരു 2007 മോഡൽ വണ്ടിയാണ്. ഇത്രയും വർഷം ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഇന്റീരിയർ ആകെ മോശമായി. സ്റ്റീരിയോ വർക്ക് ചെയ്യുന്നില്ല, സെൻസേഴ്സ് വർക്ക് ചെയ്യുന്നില്ല, ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുന്നില്ല, ഓട്ടോ ഫോൾഡ് മിറേഴ്സ് വർക്ക് ചെയ്യുന്നില്ല, ഓട്ടോമാറ്റിക് സീറ്റാണ്. അതായത് 2000 മോഡൽ വണ്ടിയാണെങ്കിൽ പോലും അന്ന് 6 എയർ ബാഗ്സ്, ഫുള്ളി ഓട്ടോമാറ്റിക് സീറ്റ്സ് എല്ലാം ഉള്ളൊരു വണ്ടിയായിരുന്നു. പക്ഷെ ഇതൊന്നും വർക്ക് ചെയ്യുന്നില്ല. കസ്റ്റമർ സെക്കൻഡ് ഹാൻഡ് എടുത്ത് നമ്മുടെ കൊണ്ടുവന്ന ഈ പുള്ളി കൊണ്ടുവന്നതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റീരിയർ ഫുൾ ഒന്ന് റീഫർബിഷ് ചെയ്യണം, സീറ്റ്സ് എല്ലാം ഒന്ന് പ്യുവർ, അതായത് അതിൻ്റെ അകത്ത് ഉള്ള റെക്സിൻ സീറ്റ് കയറ്റി ഒറിജിനൽ ലെതർ സീറ്റ് ആകെ കീറി ടോൺ ഔട്ട് ആയിരുന്നു, മോട്ടറൈസ്ഡ് സീറ്റ്സ് വർക്കിംഗ് അല്ലായിരുന്നു. ഇതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യണം. ഇന്റീരിയർ ഒന്ന് വീണ്ടും ഒന്ന് കുട്ടപ്പനാക്കണം. അതായത് അകത്ത് വരുന്ന ഗ്രേ ഷെയ്ഡ്സ് എല്ലാം ഉപയോഗിച്ച് കാലപ്പഴക്കം കൊണ്ട് കളർ പോയി ഫെയ്ഡ് ആയിരുന്നു. ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ഓൾ ഓവർ അതിന്റെ ഇലക്ട്രിക്കൽ, അതായത് ഹെഡ്ലൈറ്റ് വാഷർ വർക്കിംഗ് അല്ല, റിയർ വൈപ്പറിന്റെ വാഷർ വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ ഒത്തിരി ഇലക്ട്രിക്കൽ കംപ്ലൈൻസും എല്ലാം ആയിട്ട് നമ്മുടെ കയ്യിൽ വന്നൊരു വണ്ടിയാണ്. നമ്മൾ ഇന്ന് ഈ വണ്ടിയുടെ ഈ സീറ്റ്സ് ഫുള്ള് ലെതറിൽ വീണ്ടും ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ലെതർ ചെയ്തെന്ന് പറയുമ്പോൾ അതിന്റെ ഹെഡ് റെസ്റ്റ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അതൊരു ഹോള് വരുന്ന ടൈപ്പ് ഹെഡ് റെസ്റ്റാണ്. നമ്മൾ ഹെഡ് റെസ്റ്റ് ചെയ്തിട്ടില്ല. അത് വണ്ടിയിൽ എന്താണോ വന്ന അതേ മെറ്റീരിയൽ തന്നെയാണ്. അപ്പൊ നമ്മൾ സീറ്റ് ചെയ്തതും അതേ മെറ്റീരിയൽ അതേപോലെ ചെയ്തെടുത്തിരിക്കുകയാണ്. ഈവൻ എയർ ബാഗ് ഉള്ള സീറ്റ് ആയതുകൊണ്ട് തന്നെ ഒറിജിനൽ സീറ്റിൽ എങ്ങനെയാണോ എയർ ബാഗ് ഡിപ്ലോയ് ചെയ്യാൻ സിബ് വന്നിരിക്കുന്നത് അതേപോലെ ചെയ്തിരിക്കുന്നു. അതിന്റെ എയർ ബാഗിന്റെ ടാഗ് വരെ നമ്മൾ പുതിയ കവറിൽ റീറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈവൻ വെന്റിലേറ്റഡ് സീറ്റാണ്, അത് വർക്ക് ചെയ്യാൻ വേണ്ടി വെന്റിലേറ്റഡ് ഫാബ്രിക് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ലെതർ യൂസ് ചെയ്തിരിക്കുന്ന വെന്റിലേറ്റഡ് ആണ്. അതേപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു ആൻഡ്രോയിഡ്, അതായത് ഓഡിയോ സൈഡിൽ പറയുവാണെങ്കിൽ നമ്മൾ ആൻഡ്രോയിഡ് ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതിൽ പുള്ളിക്ക് സെൻസർ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ AI ക്യാമറയാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാക്കിൽ വരുന്ന കാര്യങ്ങളും എല്ലാം നമുക്ക് വാണിംഗ് കിട്ടും. ഓൾ സാധനം നമ്മൾ വർക്ക് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ കാണുക, എങ്ങനെയാണ് നമ്മുടെ വർക്ക്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നോക്കുക. ഇതേപോലത്തെ എന്തെങ്കിലും, അതായത് നിങ്ങളുടെ ഓൾഡ് എനി ലക്ഷറി വണ്ടിയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ റീഫാബ്രിക്കേഷൻ അതേപോലെ അതിൻ്റെ ഓഡിയോ ഇതെല്ലാം കറക്ഷൻ എടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടു നോക്കൂ. കീപ് സപ്പോർട്ടിങ് ക്യൂബിക്സ് കസ്റ്റമേഴ്സ്. താങ്ക് യു ഗൈസ്.